വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാജ്യത്തിന് പുറത്തുള്ള തുറമുഖങ്ങളിൽ നിന്നും കയറ്റുമതി നടത്തിയിരുന്നവർ ഇനി വിഴിഞ്ഞത്തു നിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാം. കേരളത്തിന്റെ സമഗ്ര സമുദ്ര വാണിജ്യ വികസനം ലക്ഷ്യമിട്ടുള്ള LDF സർക്കാരിന്റെ അഭിമാന പദ്ധതി ഇതോടെ പുതിയ നാഴികക്കല്ല് പിന്നിടുകയാണ്. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്നതിൽ നിന്ന് സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറുകയാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്നീ തുറമുഖങ്ങൾ വഴി ചരക്ക് കയറ്റി അയച്ചിരുന്നവർക്ക് ഇനി വിഴിഞ്ഞത്തുനിന്ന് നേരിട്ട് ചരക്കുകൾ അയക്കാം. യാത്രാസമയം കുറയ്ക്കാനും ലോജിസ്റ്റിക്സ് ചെലവുകളിൽ വലിയ കുറവ് വരുത്താനും ഇത് സഹായകമാകും. രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് മദർ പോർട്ടിൽ നിന്നുള്ള വാണിജ്യ ചരക്ക് നീക്കത്തിന് ഇന്ന് ആരംഭം കുറിക്കുമ്പോൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയം കൂടിയാണിത്. കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പുതിയ വിദേശ വിപണികളിലേക്ക് പ്രവേശിക്കാൻ ഇതിലൂടെ അവസരമൊരുങ്ങും. രാവിലെ 10:45 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ മുഖ്യാതിഥിയാകും. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും. അതേസമയം ഇന്നു മുതൽ റോഡ് മാർഗമുള്ള ചരക്കുനീക്കത്തിന് തുടക്കമാകുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.